കൊച്ചിയിൽ സ്വകാര്യ ബസിന്റെ യാത്ര മുടക്കി കാർ യാത്രക്കാരന്റെ അഭ്യാസം. കാർ യാത്രക്കാരനായ എറണാകുളം സ്വദേശി റിനോയ് സെബാസ്റ്റ്യനും സുഹൃത്തും ചേർന്ന് ബസ് ഡ്രൈവറെ മർദ്ദിച്ചു. കാറിൽ നിയമവിരുദ്ധമായി ഘടിപ്പിച്ച ലൈറ്റുകളും സൺഗ്ലാസുകളും കണ്ടെത്തിയിട്ടുണ്ട്. നമ്പർ പ്ലേറ്റും ബമ്പറും നിയമവിരുദ്ധമായ രീതിയിലാണ്. കാർ യാത്രക്കാരിൽ നിന്നും എറണാകുളം RTO 25,000 രൂപ പിഴ ഈടാക്കി. എന്ന പേരിൽ മോട്ടോർ വാഹന വകുപ്പ് ഈ മാസം അൺഓതറൈസ്ഡ് ഓൾട്ടറേഷൻ, അതുപോലെ അനധികൃതമായി ലൈറ്റുകൾ ഫിറ്റ് ചെയ്യുക, വാഹനങ്ങൾ റോഡ് വേജിന് ഉപയോഗിക്കുക, റിഫ്ലക്റ്റീവ് ടേപ്പുകൾ പിടിപ്പിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള വാഹന സംബന്ധമായ രൂപമാറ്റങ്ങൾ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചുകൊണ്ട് കർശനമായ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഒരു സ്റ്റേജ് കാരേജിന് സ്ഥലം കൊടുക്കാതെ, വാഹനത്തിന് പോകാൻ സ്ഥലം കൊടുക്കാതെ ഏകദേശം 1 കിലോമീറ്ററോളം ദൂരം മുൻപിലായി സഞ്ചരിക്കുകയും വാഹനം ഇടത്തോട്ടും വലത്തോട്ടും സഞ്ചരിച്ച് പൊതുഗതാഗതത്തെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയുണ്ടായി. പല രീതിയിലുള്ള ലൈറ്റുകൾ, അപ്പോൾ അങ്ങനെയുള്ള പല രീതിയിലുള്ള ലൈറ്റുകൾ ഫിറ്റ് ചെയ്തതിൻ്റെ പേരിൽ 25,000 രൂപ ചെലാൻ തയ്യാറാക്കിയിട്ടുള്ളതുമാണ്. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി. അർജുൻ, ഇന്നലെ ഇപ്പോൾ സഞ്ജു ടെക്കിക്ക് ആജീവനാന്ത വിലക്ക് വന്ന ദിവസം കൂടിയായിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും അതേ രീതിയിലല്ലെങ്കിൽ കൂടി ഈ നിയമം ലംഘിച്ചുള്ള വാഹനമോടിക്കലിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 25,000 രൂപ പിഴ ഈടാക്കിയിരിക്കുന്നു. ഇയാൾ എങ്ങനെയാണ് ബസ് തടഞ്ഞത്? എന്താണ് സംഭവിച്ചത്? സ്മൃതി, കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. കാക്കനാട് നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിന് മുമ്പിലാണ് ഒരു കാർ യാത്രക്കാരൻ തൻ്റെ കാറുമായി അഭ്യാസ പ്രകടനം നടത്തിയത്. ഏതാണ്ട് കലൂർ സ്റ്റേഡിയത്തിനടുത്ത് വെച്ച് ഏതാണ്ട് 1 കിലോമീറ്ററും ദൂരം ഈ സ്വകാര്യ ബസ്സിന് മുമ്പിൽ ഈ കാർ ഡ്രൈവർ അലക്ഷ്യമായി വാഹനമോടിക്കുകയും ഈ ബസ്സിനെ മുൻപിലേക്ക് കയറ്റിവിടാതിരിക്കുകയും ചെയ്തു. ഇത് തൊട്ട് പിറകിൽ വന്ന മോട്ടോർ വാഹന ഇൻസ്പെക്ടർ കൂടിയായ AR രാജേഷിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. തുടക്കത്തിൽ ഈ സ്വകാര്യ ബസ് ലക്ഷ്യമായി പോകുന്നതായിരുന്നു ഈ ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് അതിനുശേഷമാണ് മനസ്സിലാക്കിയത് ഈ ബസ്സിന് മുമ്പിൽ മറ്റൊരു കാർ ഈ ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ സമ്മതിക്കാത്ത രീതിയിൽ അലക്ഷ്യമായി വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു എന്ന്. മാത്രവുമല്ല, പല സിഗ്നലുകളിൽ വെച്ചും ഈ കാറ് മനഃപൂർവ്വം ഈ ബസ്സിനെ സിഗ്നലിൽ കുടുക്കിയിടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ വലിയ പ്രശ്നമാണ് ഈ റൂട്ടിൽ, അതായത് എടപ്പള്ളി മുതൽ കലൂർ വരെയുള്ള റൂട്ടിനിടയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏതാണ്ട് 6:30യോടെ സംഭവിച്ചത്. അതിനുശേഷം ഈ കാറിൽ സഞ്ചരിക്കുകയായിരുന്ന റിനോയ് സെബാസ്റ്റ്യനും അയാളുടെ സുഹൃത്തും ഈ കാറിൽ നിന്ന് ഇറങ്ങി ഈ ബസ് ഡ്രൈവറെ മർദ്ദിക്കുകയും ചെയ്തു. ഇതെല്ലാം തന്നെ തൊട്ട് പിന്നിലുണ്ടായിരുന്ന മോട്ടോർ വാഹന ഇൻസ്പെക്ടർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഉടൻ തന്നെ ഈ ഇരുവരെയും കൈയോടെ പിടികൂടുകയും തുടർന്ന് നടപടി എടുക്കുകയുമായിരുന്നു. നിലവിൽ 25,000 രൂപ പിഴയാണ് ഇവർക്ക് ചുമത്തിയിട്ടുള്ളത്. മാത്രവുമല്ല, ഈ കാർ വിശദമായി പരിശോധിച്ചപ്പോഴാണ് ഇതിൽ അനധികൃതമായി നിയമവിരുദ്ധമായി 10ഓളം ലൈറ്റുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്, സൺഗ്ലാസുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബമ്പറുകളടക്കം എല്ലാം തന്നെ നിയമവിരുദ്ധമായാണ് ഉണ്ടാക്കിയത് എന്നും കണ്ടെത്തിയിരിക്കുന്നു. എന്തായാലും ഇതിൽ വിശദമായ അന്വേഷണവും വിശദമായ റിപ്പോർട്ടും മോട്ടോർ വാഹന വകുപ്പ് തേടിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. എന്തായാലും നിറയെ യാത്രക്കാരുമായി പോവുകയായിരുന്ന ഒരു സ്വകാര്യ ബസ്സിന് മുമ്പിലാണ് 2 പേർ ഒരു കാറിൽ സഞ്ചരിക്കുകയും ആ സ്വകാര്യ ബസ്സിനെ വലിയ തോതിൽ ബുദ്ധിമുട്ടുകയും അലക്ഷ്യമായി വാഹനം ഓടിക്കുകയും ചെയ്തത്. ഇത് ഒരു മോട്ടോർ വാഹന വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ തന്നെയായിരുന്നു സംഭവിച്ചത് എന്നതുകൊണ്ടാണ് നടപടി ഇത്ര പെട്ടെന്ന് ഉണ്ടായത്. സ്മൃതി. ശരി, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്.